channel. Actually, this is an hiking vlog. It might be boring. Anyway, I shot this. I am in Basthailom എന്നൊരു പ്ലേസിലാട്ടോ. അവിടേക്കുള്ള ഒരു ഹൈക്കിംഗ് ശ്രമത്തിലാണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഈ ഒരു ബ്രിഡ്ജ് അപ്പുറത്തോട്ട് കടക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫെറി എടുക്കണം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ഫെറി, കണ്ടോ ബാക്കിൽ. ആ ഫെറി കയറാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഒരാൾക്ക് ഇൻ ആൻഡ് റുക്കൻ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും 4 യൂറോ വരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇവിടെ. ഞങ്ങൾ ചോദിച്ചു കാർഡ് പേയ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നത്. സോ കാർഡ് പേയ്മെൻ്റ് ഇല്ല, ക്യാഷ് തന്നെ വേണം. അതിൻ്റെ ഉള്ളിൽ ഫെറിയുടെ ഉള്ളിൽ ടിക്കറ്റ് എടുക്കണമെങ്കിൽ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ശരി തിരിച്ചു പോവാം, ഇനി കയറാനൊരു വഴിയില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ടിക്കറ്റ് എടുക്കുന്ന ഒരു മെഷീനുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടെ നിന്നും ടിക്കറ്റ് എടുക്കാം കേട്ടോ. ഇവിടെ 2 മെഷീൻസ് ഉണ്ട്. ഒരെണ്ണം ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്. റൈറ്റിലുള്ളത് സെക്കൻഡ് ക്ലാസ്. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ്സ് എടുക്കാം. ഇതിൽ ഫാർക്കാട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, ഇതിൽ എടുക്കാം, ടിക്കറ്റ് എടുക്കാം. സോ അങ്ങനെയാണ് ബാസ്തായിൽ ഇവിടെ ഫെറി മാത്രമേ ഉള്ളൂ. ഫെറി യൂസ് ചെയ്ത് മാത്രമേ അപ്പുറത്തോട്ട് കടക്കാനായിട്ടുള്ളൊരു വഴി ഞാൻ കണ്ടുള്ളൂ. അപ്പുറത്തെ സൈഡിൽ ബസ്സോ ബാനോ ട്രാമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈ ഫെറി ഇവിടെ വന്ന് എടുക്കുന്നുണ്ട്, നമുക്ക് പോവാം. ബട്ട് ഇറ്റ്സ് ആക്ച്വലി ഫൺ. എനിക്ക് ചൂടൊക്കെ എടുക്കാൻ തുടങ്ങി. ഞാൻ നല്ല തണുപ്പായിരിക്കും വെച്ചാൽ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ബട്ട് ചൂടെടുക്കാൻ തുടങ്ങി. Look at this view. നല്ല വെതറാണ്, ഗുഡ്. ഇത് ആക്ച്വലി വരുന്നത് 1001 ഫീറ്റാണ് വരുന്നത്. ഞങ്ങളിപ്പോൾ ഐ തിങ്ക് ഒരു 2-3 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു ഐ തിങ്ക്. ഇപ്പം ഏറെക്കുറെ സൺസെറ്റിൻ്റെ ടൈം ആട്ടോ. വി ഗെറ്റ് an amazing view from here. Wow. അപ്പം ഇതാണ് എൽബേ റിവർ. നമുക്ക് ആ ടോപ്പിലോട്ട് പോകണം. ഇപ്പം ആക്ച്വലി 12 ടെമ്പറേച്ചർ. ബട്ട് നല്ല സണ്ണിയാണ് ടുഡേ. ഈ സ്റ്റെപ്പ് നോക്ക്, ഭയങ്കര നേരം കേട്ടോ. അവിടേക്ക് അങ്ങനെ ബ്രിഡ്ജ് വരുന്നുണ്ട്, പക്ഷെ ആ വഴിയൊക്കെ ഭയങ്കര ബ്ലോക്കഡാണ്. ലുക്ക് അറ്റ് ദിസ്. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഫുള്ള് റോക്കാണ് സംഭവം. നിങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടോ? യാ, ഇതാട്ടോ ഇതിൽ വരുന്ന ഒരു മെയിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ലുക്ക് അറ്റ് ദിസ് വ്യൂ ബ്രോ. ഇതിൻ്റെ ആക്ച്വൽ വൺ ഓഫ് ദി ബ്യൂട്ടി എന്ന് പറയുന്നത് അടി നോക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഭംഗി. കാരണം ഈ ബ്രിഡ്ജ് അടിയിൽ നിന്ന് കാണുന്ന വ്യൂ ഭയങ്കര ഭംഗിയാണ്. നമുക്ക് ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒപ്പം തന്നെ ഇവിടെ ഇരിക്കാനും അടിപൊളി വ്യൂ അവിടെ.
We got some chips, bananas and wasa. നമ്മൾ 2:30 കയറിയതാണ്. ഇപ്പം സമയം 4:30. 2 hours എടുത്തു ഇത് കയറാനായിട്ട്. കഫേ മീറ്റ് അമറുല വിസ്കി അമറേറ്റോ റം 5 row. നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ബസ്തായി ലോമൻ. തിരിച്ചിറങ്ങുവാണ്. തിരിച്ച് കയറിയ പോലെ തന്നെ ഇറക്കണം. കൈൻ വിൻ്റർ ദീൻസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നത്തിങ് സ്പെഷ്യൽ വിൻ്ററിന് ഇല്ല. അതായത് കൂടുതലും സ്പ്രിങ് തൊട്ടാണ് ഇവിടെ മിക്ക ഹൈക്കിംഗ് സ്പോട്ട്. ഐ തിങ്ക് സമ്മർ സ്പ്രിങ് ടൈമിലായിരിക്കും ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പം ഇതാണ് ബാസ്റ്റായി ബ്രുക്ക് എന്ന് പറയുന്ന ബ്രിഡ്ജ്. ഇത് വേറൊരു സ്പോട്ട് വരുന്നത്. ഇവിടെ നിന്ന് ലൈക്ക് ഞാൻ പറഞ്ഞോണം വേറെ പല പല സ്പോട്ടിൽ നിന്ന് ആ ബ്രിഡ്ജ് കാണാത്രേ ഉള്ളൂ. നമുക്ക് അവിടെ ബ്രിഡ്ജ് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ചുറ്റിന് നോക്കിയാലും റോക്കാണ്, പാറക്കല്ല് മാത്രം ചുറ്റും. നമ്മൾ ഈ ബ്രിഡ്ജ് കോടെ നടന്ന് ഇവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറയാണ്. ഇവിടേക്ക് വരാൻ പ്ലാനുള്ളവർക്ക് ഞാൻ വേറൊരു ടിപ്പ് തരാം. ഒരു ഈവനിങ് ടൈമൊക്കെ നോക്കിയിട്ട് വെതർ ബ്രോഡ്കാസ്റ്റിൽ സൺസെറ്റിൻ്റെ ടൈമൊക്കെ നോക്കി എത്താവുന്ന രീതിയിൽ എന്തായാലും ഒരു 1.5 2 hours എടുക്കത്തുള്ളൂ ഇങ്ങോട്ട് ഹൈക്ക് ചെയ്ത് കയറാൻ. അപ്പോൾ ഒരു സൺസെറ്റിൻ്റെ ഒരു ടൈമിങ്ങിലോ അല്ലെങ്കിൽ വേണമെങ്കിൽ സൺറൈസിൻ്റെ ടൈമിങ്ങിലൊക്കെ കയറുവാണെങ്കിൽ അടിപൊളി വ്യൂസ് ആയിരിക്കും. ഐ തിങ്ക് ദാറ്റ്സ് എ ബെസ്റ്റ് പാർട്ട് ഓഫ് ഹൈക്കിങ്. സോ എൻ്റെ ക്യാമറയിൽ ചാർജ് കുറവാണ്. ആക്ച്വലി 15% കൂടി ഉള്ളൂ. എനിക്കിനി പവർ ബാങ്ക് കുത്തിയിട്ടിട്ട് വേണം അടുത്ത് ഷൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ. സോ അത് ചെയ്താലേ എനിക്കിനി കണ്ടിന്യൂ ആയിട്ട് ചെയ്യും. അങ്ങനെ ഫൈനലി നമ്മൾ കയറിയോടത്തുനിന്ന് തന്നെ ഹൈക്കിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ അങ്ങനെ ഹൈക്കിങ് കഴിഞ്ഞ് ട്രെയിൻ കയറി ബാസ്തായി. സോ നമ്മൾ ഇനി നേരെ വീട്ടിൽ പോവാണ്. ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.